ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 24 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അറക്കൽ മാധവനുണ്ണി എന്ന വലിയേട്ടൻ നാളെ നവംബർ 29 വെള്ളിയാഴ്ച വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തിച്ചേരുകയാണ്. അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കര നിർമ്മിച്ച് രഞ്ജിത്ത് തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ശോഭന, സായികുമാർ, മനോജ് കെ ജയൻ, സിദ്ദീഖ്, NF വർഗീസ്, സുധീഷ്, വിജയരാഘവൻ, കലാഭവൻ മണി എന്നിങ്ങനെ വളരെ മികച്ച അഭിനയ നിരയുമായി 2000 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി അന്നും ഇന്നും മലയാളികളുടെ വലിയേട്ടനായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി മാറിയ സിനിമ. കൈരളി ടിവിയിലൂടെ റെക്കോർഡ് സംപ്രേഷണം നടത്തിയ ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുമ്പോൾ കാണാൻ ഒട്ടേറെ പേർ ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ബുക്കിംഗ്. GCC വിദേശ രാജ്യങ്ങളിലടക്കം നാളെ റിലീസ് ചെയ്യപ്പെടുന്ന ഈ സിനിമ കേരളത്തിൽ കൊച്ചി സർക്യൂട്ടിൽ 39 തിയേറ്ററിലും, മലബാർ സർക്യൂട്ടിൽ 35 തിയേറ്ററിലും, കോട്ടയം സർക്യൂട്ടിൽ 18 തിയേറ്ററിലും, തിരുവനന്തപുരം സർക്യൂട്ടിൽ 28 തിയേറ്ററിലും അങ്ങനെ കേരളത്തിൽ 120ലധികം തിയേറ്ററിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. നാളെ നവംബർ 22 തിയേറ്ററിലെത്തുന്ന മറ്റൊരു മലയാള സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ്. അജു വർഗീസ്, സൈജു കുറുപ്പ്, ജോണി ആന്റണി, ആനന്ദ് മന്മഥൻ, ശ്രുതി സുരേഷ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. വിനേഷ് വിശ്വനാഥൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ മുഹമ്മദ് റാഫി MA, നിഷാന്ത് K പിള്ള എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. അനൂപ് V ശൈലജയാണ് DOP. ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് PS ജയഹരിയുമാണ്. M ഷാജഹാൻ തിരക്കഥ സംവിധാനം ചെയ്ത് നാളെ നവംബർ 22 തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ജമീലാന്റെ പൂവങ്കോഴി. ടൈറ്റിൽ കഥാപാത്രമായ ജമീലായെ അവതരിപ്പിക്കുന്നത് ബിന്ദു പണിക്കരാണ്. മിഥുൻ നളിനി, സൂരജ് പോപ്സ്, സിദ്ദീഖ് കുടിയത്തൂർ, അഞ്ജന അപ്പുക്കുട്ടൻ, അലിഷ ജോർജ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഫസൽ കല്ലറക്കൽ, നൌഷാദ് ബക്കർ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. മെൽബിൻ കുരിശിങ്കൽ DOPയും ജോവിൻ ജോൺ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. ടോണി ജോസഫാണ് ഈ ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. ബിജു C കണ്ണൻ സംവിധാനം ചെയ്യുന്ന കാലവർഷക്കാറ്റ് എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. ലതാദാസ്, സന്തോഷ് കീഴാറ്റൂർ, അംബിക മോഹൻ എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. ബേസിൽ ജോസഫ്, നസ്രിയ നാസിം എന്നിവർ പ്രധാന വേഷത്തിലെത്തി MC ജിതിൻ സംവിധാനം ചെയ്ത് നവംബർ 22 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് സൂക്ഷ്മദർശിനി. ദീപക് പറമ്പോൾ, സിദ്ധാർത്ഥ ഭരതൻ, അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ്, മെറിൻ ഫിലിപ്പ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ 7 ദിവസം പിന്നിട്ട് നാളെ 8ാമത്തെ ദിവസമായ വെള്ളിയാഴ്ചയിലേക്കാണ് കടക്കുന്നത്. ചിത്രം ആദ്യം 3 ദിവസം കൊണ്ട് തന്നെ കേരള കളക്ഷനായി 8 കോടി 3 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. നിലവിൽ ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് 13 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 7ാം ദിവസമായി ഇന്നും ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 14 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 6 ദിവസം കൊണ്ട് 29 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ 7ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 31 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ദുൽഖർ സൽമാൻ നായകനായി വെങ്കിയല്ലൂർ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് ലക്കി ഭാസ്കർ. ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് നെറ്റ്ഫ്ലിക്സ് വഴി പൂർത്തിയായിരിക്കുകയാണ്. OTTയിൽ 2 മണിക്കൂർ 27 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 22 കോടിയോളം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. OTTയിൽ വന്നെങ്കിലും ഇപ്പോഴും കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തുമെല്ലാം ഈ സിനിമ പ്രദർശനം തുടരുന്നുമുണ്ട്. ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 120-125 കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.